ജ്യോതി മാം, കർക്കിടക മാസത്തിൽ ഗ്രഹനിലയിൽ ഉണ്ടാവുന്ന മാറ്റം ആൾക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കാം? അതായത് കർക്കിടക മാസത്തിൽ സൂര്യനാണ് കർക്കിടകത്തിൽ മിഥുനൻ രാശിയിലായിരുന്നു നിന്നിരുന്നത്. ആ സൂര്യൻ നേരെ കർക്കിടകത്തിലേക്ക് പോകുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് എല്ലാവരും പറഞ്ഞത് ശനി മാറി, ശനി മീനത്തിലേക്ക് പോയി, പിന്നെ വ്യാഴം മാറിയിട്ടുണ്ട്, അങ്ങനെ മിഥുനത്തിലേക്ക് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ചില രാശിക്കാർക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ ധനുരാശിക്കാരെ പറഞ്ഞു, ഇടവൻ രാശിക്കാരെയൊക്കെ പറഞ്ഞു, കന്നിരാശിക്കാർക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ വ്യാഴം മാറിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ധനുരാശിക്കാരോടാണെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ 7ലേക്കാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് 4ലെ കണ്ടകശനി ആണെങ്കിൽ പോലും 7ലെ വ്യാഴം അനുകൂലത്തിലായിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്, കൂട്ടുകെട്ട് ബിസിനസ്സൊക്കെ നടത്താമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഒരടി പോലും മുന്നോട്ട് പോകാൻ അത് നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വ്യാഴം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുഴപ്പം വന്നത്, നമുക്കൊന്നും ശരിയായില്ലല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വ്യാഴം നിന്നപ്പോൾ മിഥുന രാശിയിൽ രവിയും കൂടി ഉണ്ടായിരുന്നു, സൂര്യനും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂര്യനാണ് ഏത് രാശിനെ എല്ലാവരെയും ഒന്ന് തൻ്റെ ഇതിൽ നിർത്താനുള്ള ശക്തി സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ സ്വാഭാവികമായിട്ട് എംപവർ ചെയ്തപ്പോഴത്തേക്ക് വ്യാഴത്തിന് അതിൻ്റെ ശക്തി കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല കണ്ടകശനിയാണ് ധനുരാശിക്കാർക്ക്. അപ്പോൾ കണ്ടകശനിയുടെ പ്രാധാന്യം 4ലെ ശനി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകളാണ്, നമുക്ക് കുടുംബപരമായിട്ട് വാഹനപരമായിട്ടൊക്കെ അത് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് 7ലേക്ക് വ്യാഴം വന്നിട്ടുണ്ട്, അപ്പോൾ കറക്റ്റായിന്ന്. പക്ഷെ കിട്ടാതിരുന്നത് സൂര്യൻ അവിടെ ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഇടവൻ രാശിക്കാരാണെന്ന് പറഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് ഗുണം കിട്ടേണ്ടതാണ്. അവരുടെ മേടം 12, 11ലാണ് ശനി പോയി നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2ലാണ് വ്യാഴം നിൽക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ കുടുംബം, വാക്ക്, ധനം ഒക്കെയാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ രവി അവിടെ നിന്നിട്ട് വ്യാഴത്തിനൊരു മൗഢ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രവി അവിടെ നിന്ന് ഇറങ്ങി, ആ രവി വ്യാഴവുമായിട്ടുള്ള അകലം കൂടുതലായപ്പം സ്വാഭാവികമായിട്ട് ആ വ്യാഴത്തിന് ഇപ്പോൾ നല്ല ശേഷിയുണ്ട്. അതുപോലെ തന്നെ ശനി എന്ത് ചെയ്ത് മീനത്തിൽ നിന്ന് കൂടുതൽ സ്പീഡിൽ കറങ്ങിയപ്പോൾ അതിന് വക്രാവസ്ഥയുണ്ടായി. അപ്പം നമുക്ക് 3ലേക്കും കൂടി 4 നിൽക്കുന്ന, ഇപ്പം ധനുരാശിനെ പറയുവാണെങ്കിൽ 4ൽ നിന്ന് കണ്ടകശനിയായിരുന്നു അവർക്ക്. 7ൽ വ്യാഴം ഉണ്ടായിരുന്നു, അത് മൗഢ്യത്തിലായിരുന്നു, ഇച്ചിരി പരിങ്ങലായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ ഇപ്പോൾ രവി മാറി, പിന്നെ ശനി വക്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ 2 അവസ്ഥയും കൂടി അവർക്ക് രാജയോഗമാണ് കൊടുക്കുന്നത്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം അവർക്ക് രാജയോഗമാണ് തരുന്നത്. അതുപോലെ പിന്നെ ഇടവൻ രാശിക്കാർക്ക് ശരിക്കും 2ലേക്ക് വ്യാഴം വരുന്നു, അത് മൗഢ്യത്തിലായിരുന്നു. അപ്പോൾ 2ൽ വ്യാഴമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 11ൽ ശനിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചും കൂടി അത് തൊഴിൽപരമാണ്. 11ൽ നിന്ന് പുറകോട്ട് 10ൻ്റെ എഫക്റ്റും കൂടി വരും. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മസ്ഥാനമാണ്, നമ്മുടെ ജോലിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ലാഭങ്ങൾ, അതുപോലെ 2ൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതും അവർക്ക് വളരെയധികം ഗുണങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കും ധനുരാശിക്കാർക്ക്, അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർക്ക്, ഇടവൻ രാശിക്കാർക്ക്, കന്നിരാശിക്കാർക്ക് ഇവർക്കൊക്കെ ഒരു പരിങ്ങലുണ്ടായിരുന്നു. അതെല്ലാം മാറി നല്ല ഉഷാറായിട്ട് പോകേണ്ട രാശികളായിട്ട് വരികയാണ്. സമാധാനവും സന്തോഷവും അവർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകമാണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവർക്കല്ല, അവർക്ക് യഥാർത്ഥത്തിൽ അവരെന്താണോ ആകേണ്ടിയിരുന്നത് ആ ഒരു ഗ്രഹാവസ്ഥ അവർക്ക് വരികയാണ്. ഇപ്പം ഒരു മോശം അല്ലെങ്കിൽ ഒരു മോശം സമയമാകാൻ സാധ്യതയുള്ള നാളുകളുണ്ടല്ലോ, അപ്പം അവർ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം? ശരിക്കും പറയുന്നത് ഇപ്പോൾ മോശം അവസ്ഥയെന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതായത് നമുക്ക് ഗ്രഹചാര ഫലം എന്ന് പറയും. അതായത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് ഒരു ഗ്രഹങ്ങൾ നമ്മുടെ ഒരു പ്രത്യേക രീതിയിൽ അവിടെ ഇവിടെയൊക്കെ 12 കളങ്ങളിൽ ഇന്നതായിട്ട് നിന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്രഹനില. അവിടെ ലഗ്നമുണ്ട്, 2ലും എല്ലാവരും ഉണ്ട്, അങ്ങനെ 12 ഭാവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അതായിട്ട്. അപ്പോൾ നവഗ്രഹങ്ങൾ നിൽക്കുകയാണ് 12 രാശിയിലായിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രഹനില എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ശനിദശയാണ്, ഇപ്പോൾ ശുക്രദശയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നോക്കണം നമ്മൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രഹങ്ങൾ കറങ്ങാതെ ഇരിക്കുന്നില്ലല്ലോ, അവർ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറങ്ങി വരുമ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ വ്യാഴം മിഥുനത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം കറങ്ങി വരുമ്പോൾ നമ്മുടെ ആ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ജന്മവ്യാഴം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ശനിയുടെ ഏഴരശനി എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും ആ രാശിയിലും അതിൻ്റെ അപ്പുറത്തെ രാശിയിലും ശനി കടന്നു പോകും. അപ്പോൾ ശനി ഇപ്പോൾ സാവകാശമാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളവരെ പോലെ അല്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് 2.5 വർഷം എടുക്കും ഒരു രാശി കടന്നു പോകാൻ. അങ്ങനെ 3 രാശി കടന്നു വരുമ്പോൾ 7.5 വർഷമാവും. അപ്പോൾ ആ സമയം
മോശം സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചാരവശാൽ നമ്മളോട് എല്ലാ മാസികകളിലും അല്ലെങ്കിൽ എല്ലാവരും പറയും ഇപ്പോൾ ഏഴരശനിയാണ്. ഏഴരശനി എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലുള്ള സംഗതിയല്ല, അത് ചാരവശാലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ നമ്മൾക്ക് വ്യാഴദശയാണ്, വ്യാഴം നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു ബലവാനായിട്ട് നിൽക്കുന്ന ഫലദായകം തരാനുള്ള ഫലദായക ശേഷിയുള്ള രൂപത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴദശയുടെ കാലം നടന്നു പോകുമ്പോൾ നമുക്ക് ഏഴരശനി ആണെങ്കിൽ പോലും